കർക്കിടകത്തിൽ ആയുർവേദ ചികിത്സ ചെയ്യുക എന്നുള്ളത് വളരെ കാലമായി പ്രചാരത്തിലുള്ള ഒന്നാണ്. എന്നാൽ ചിലരുടെ ചിന്താഗതി കർക്കിടക മാസത്തിൽ മാത്രമേ ആയുർവേദ ചികിത്സ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഞാൻ ഡോക്ടർ അനീഷ മുരളി, കൊല്ലം ചന്ദനത്തോപ്പ് ആയുർധാം വൈദ്യമഠം ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സ ചെയ്യുക എന്നത് കർക്കിടകത്തിൽ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ കാലത്ത് ആയുർവേദ ചികിത്സയ്ക്ക് പ്രാധാന്യമേറി വരുന്നത്. എന്നാൽ കർക്കിടക മാസത്തിൽ മാത്രമല്ല ആയുർവേദ ചികിത്സ ചെയ്യേണ്ടത്. എല്ലാ ഋതുക്കളിലും ആ ഋതുവിനനുസരിച്ച് ഉള്ള ചര്യകൾ പാലിക്കുകയും ചികിത്സകൾ ചെയ്യുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. കർക്കിടക മാസത്തിൽ വളരെയധികം മഴ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് വർഷ ഋതുചര്യ കർക്കിടക മാസത്തിൽ ചെയ്യുന്നു എന്ന് മാത്രം. കർക്കിടക മാസ ചികിത്സയെ നമുക്ക് രണ്ടായി തിരിക്കാം: രോഗചികിത്സ എന്നും രോഗപ്രതിരോധ ചികിത്സ എന്നും. അതായത് രോഗചികിത്സയിൽ വരുന്നത് നമുക്ക് മുമ്പുള്ള രോഗങ്ങൾ, വാദസംബന്ധമായ രോഗങ്ങൾ, ശ്വസന സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം മഴക്കാലമാകുമ്പോൾ കൂടി വരാറുണ്ട്. അതിനുള്ള ചികിത്സയും നമുക്ക് കർക്കിടകത്തിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞതുപോലെ വർഷകാലം, അതായത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കുറയുകയും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർക്കിടക ചികിത്സ അല്ലെങ്കിൽ മഴക്കാല ചികിത്സ, മഴക്കാല ചര്യ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ സാധിക്കുകയും ദഹന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കർക്കിടക ചികിത്സയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം വന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാഹ്യമായി കർക്കിടക ചികിത്സ ചെയ്യുന്നതോടൊപ്പം തന്നെ ആന്തരികമായിട്ട് നമ്മുടെ മരുന്ന് കഞ്ഞിയോ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി എന്നറിയപ്പെടുന്ന ആ കഞ്ഞിയോ കുടിക്കുന്നത് കൊണ്ടും ശോധനക്രിയകൾ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും. കർക്കിടക ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ആയുർധാമിൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.